ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആച്ചൂട്ടനും മിഷമോളും കൂടിയിട്ട് ഇന്നലെ ഇരുന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഓതണത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താട്ടോ. അപ്പോൾ കുഞ്ഞുമാണ് എടുത്തത്. പിന്നെ നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പുകയ്ക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊതുവാണ്. 6 മണി അങ്ങോട്ട് കഴിഞ്ഞാൽ തുടങ്ങും. 6 മണിയല്ല, അതിന് മുന്നേ തുടങ്ങും കൊതു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റോറം ഇങ്ങനെ മൊന്തൊക്കെ ഉള്ള കാരണം നല്ല കാട്ടിലത്തെ കൊതു പോലെ ചെറിയൊരു കൊതു ഉണ്ടല്ലോ, അതും ഉണ്ട്, വലിയ കൊതുണ്ട്, എല്ലാ തരത്തിലുള്ള കൊതുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് കാരണം ഇതുപോലൊരു പഴയ വട്ടയാണ് അത്. ഓട്ടുള്ളതാണ് കേട്ടോ. ഇനി പുതിയതാണെന്ന് ആരും വിചാരിക്കേണ്ട, ഓട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ചകിരിയൊക്കെ വെച്ചിട്ട് ഒന്ന് പുകയ്ക്കും. പിന്നെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് നമുക്ക് പുകയ്ക്കാനുള്ള ചെറിയൊരു പൊടി കിട്ടും. ആ പൊടി എനിക്ക് അപ്പുറത്തെ വീട്ടിലത്തെ താത്ത തന്നതാണ്. അതൊക്കെ ഇട്ടിട്ടാണ് പുകയ്ക്കട്ടെ. അത് രാവിലത്തെ വിശേഷങ്ങളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെള്ളപ്പത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. രാവിലെ വീഡിയോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് പോകേണ്ടതല്ലേ രാവിലെ നേരത്തെ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഉപ്പേരി പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുഞ്ഞുവിന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് രാവിലെയാണ് നമ്മൾ വെള്ളപ്പത്തിന് അരച്ച് വെച്ചത് കേട്ടോ. രാവിലെ വെള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇഞ്ചിയും പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കുട്ടികൾക്ക് തൊണ്ടയ്ക്കും കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഇഞ്ചി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കും കേട്ടോ. ചിലപ്പോൾ ഉലുവ ഇടും, ചിലപ്പോൾ ജീരകം ഇടും, അങ്ങനെ മാറി മാറി ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിക്കാം. അപ്പോൾ ഇന്ന് ജീരകവും ഇഞ്ചിയും കൂടിയിട്ട് ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ ഇതാ കുഞ്ഞുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തൈര് കലക്കണം കേട്ടോ. അപ്പോൾ തൈരിലേക്ക് എന്താ പറയുക, പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. നല്ല തൈരായിരുന്നു കേട്ടോ. നല്ല പുളിയൊക്കെ ഉള്ള നല്ല അടിപൊളി തൈരായിരുന്നു. അപ്പോൾ ഇവന് തൈര് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ടാണ് ഇവന് സ്കൂളിലേക്ക് പോകുമ്പോൾ തൈര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടി ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെയാണ് പരിപാടി. ഇതാണ് എന്നും ഇവിടെയുള്ള പരിപാടികൾ. അതുകൊണ്ടാണ് നമുക്ക് ആകെ തിരക്കുമാവും, അടുക്കള ആകെ അലങ്കോലമായിട്ട് കിടക്കുമാവും. അതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമല്ല. അതുകൊണ്ടാണ് രാവിലത്തെ വിശേഷങ്ങളൊന്നും അങ്ങനെ കാണിക്കാത്തത് കേട്ടോ. ചില ദിവസങ്ങളിൽ കാണിക്കാൻ മടി, അത് കാരണമാണ്. അടുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബോധം പോവും, ആ ലെവലിലൊക്കെ കിടക്കുന്നുണ്ടാവുക. പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുക്കളൊക്കെ ഒതുക്കി വയ്ക്കട്ടെ. അപ്പോൾ തൈര് കലക്കി അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത് വട്ടപാത്രത്തിൽ ചോറാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ചോറ് ഒന്ന് പകുതി വേവായി കഴിഞ്ഞാൽ ഞാനതങ്ങനെ ഒരു കൊട്ടക്കയിൽ ചോറ് എടുത്തിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ രാവിലെ അതെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടാണ് അവന് കൊടുത്തേക്കുക. അപ്പോൾ ഒറ്റ കൊട്ടക്കയിൽ ചോറ് കൊടുത്തേക്കുള്ളൂ. അതന്നെ മുഴുവൻ കഴിക്കില്ല കേട്ടോ. ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് കാരണം 2 ദിവസം ചില ദിവസങ്ങളിലൊന്നും ഞാൻ കൊടുത്തേക്കാറില്ല ചോറ്. അവൻ്റെ സ്കൂളിൽ നിന്ന് 20 രൂപ കൊടുത്ത് ചോറ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാറാണ് പതിവ്. പക്ഷെ അവൻ നമ്മളതിനെ പറ്റിച്ചു. അവൻ ചോറ് മേടിച്ച് കഴിക്കാണ്ട് കണ്ണിയും കണ്ടതൊക്കെ വാങ്ങി കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ചോറ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഉപ്പേരിയും ഒരു മുട്ട വറുത്തതും തൈരുമാണ് ഇന്ന് കൊടുത്തേക്കാൻ പോണത്. പക്ഷെ അവൻ സ്കൂളിൽ പോയില്ല കേട്ടോ. ഇതൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ എല്ലാം നേരത്തെ എണീച്ച് ഇതെല്ലാം ആക്കി കഴിഞ്ഞപ്പോഴാണ് മൂപ്പർക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ അവന് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഗുളികയൊക്കെ കൊടുത്തപ്പോൾ മൂപ്പർക്ക് ഗുളിക കഴിച്ചപ്പോൾ വയറിന് സുഖമില്ല, തീരെ സുഖമില്ല. അപ്പോൾ ഇന്ന് പിന്നെ അങ്ങനെ പറഞ്ഞേച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജീരകവെള്ളവും ചോറും ഒക്കെ ആക്കി മദ്രസയിൽ പിന്നെ പരീക്ഷയായ കാരണം പോയിട്ടുണ്ടായിരുന്നു. മദ്രസ വിട്ട് വന്നപ്പോൾ തീരെ വയ്യാന്ന് പറഞ്ഞിട്ടാണ് വരണത്. അപ്പോൾ പിന്നെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേച്ചാലും പിന്നെ ടീച്ചർ വിളിപ്പിക്കും, പിന്നെ നമ്മൾ പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്നത്തെ ദിവസം പോകണ്ടെന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞേച്ചില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ പണികളൊക്കെ വെറുതെ ആയി. നമ്മൾ സലീം കുമാർ പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയില്ലേ, അതുപോലെ എന്തിനോ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ചെയ്തു രാവിലെ തന്നെ. പക്ഷേ അവന് പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ആ പാത്രത്തിലൊക്കെ ആക്കി ഉമ്മർത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സ്കൂൾ വിട്ട് മദ്രസ വിട്ടിട്ട് വന്നിട്ട് ഇതൊക്കെ പറയണത്. അപ്പോൾ പിന്നെ പോകണ്ടെന്ന് വെച്ചു കേട്ടോ. അപ്പം രാവിലെ തന്നെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ഇന്നലെയും ഇന്നും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് മഴയൊന്നുമില്ല. അപ്പം നമ്മൾ വെള്ളപ്പത്തിന് കലക്കി വെച്ചത് നമ്മൾ ഇപ്പോഴാണ് ചുടുന്നത്. എല്ലാം റെഡിയാക്കി വെച്ച് കഴിക്കാറാകുമ്പോഴേ വെള്ളപ്പം ചൂടുള്ളൂ. കറിയൊക്കെ ആയി, ഉപ്പേരിയൊക്കെ ആയി, എല്ലാം ആക്കി വെച്ചതിന് ശേഷം പിന്നെ ഇത് ചുട്ടെടുക്കല്ലേ വേണ്ടോ. അപ്പം ഞാൻ വെള്ളപ്പം ചുട്ടെടുക്കാട്ടെ. രാത്രി നമ്മൾ അരിയും ചോറും നാളികേരവും കൂടിയിട്ട് കുതിർത്തി വെച്ചിട്ട് രാവിലെ അരച്ചിട്ടുള്ള വെള്ളപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ. അതുകൊണ്ടാണ് പിന്നെ കാണിക്കാഞ്ഞത് കേട്ടോ. പിന്നെ ദോശയുടെ അരി ഇടുന്ന സംഭവമൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്, എത്ര കൊണ്ടാണ് അരി ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാം കേട്ടോ. ദോശ ഉണ്ടാക്കുന്ന ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കാണിക്കാം കേട്ടോ.
അപ്പോൾ വെള്ളപ്പൊക്കെ അവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. വെള്ളപ്പൊക്കെ ഏകദേശം ചുടൽ കഴിയാറായിട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ വെള്ളപ്പം ഉണ്ടാക്കാറ്. തലേ ദിവസം ആക്കി വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് തന്നെയാണ് വെള്ളപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല വെള്ളപ്പമായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. നല്ല ഓട്ടയ്ക്കായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്താ കാണിക്കുന്നത്? അപ്പോൾ അതാ ഇവിടെ ഒന്നും സ്കൂളില്ലാത്ത കാരണം ഇങ്ങനെ നടക്കുക ഓരോ വിക്രസ് ഒപ്പിച്ചിട്ട്. അപ്പോൾ ഇതാ വെള്ളപ്പൊക്കെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ അങ്ങനെ ആച്ചൂട്ടിനെ പറഞ്ഞയച്ചു. അതാ ഇശമോളനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അവളുടെ മുടികെട്ടലും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഞ്ചി ഇട്ട വെള്ളം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവൾ കുടിച്ച് നോക്കുകയാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ലോണം ഉണ്ടെങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ബാഗിൽ തന്നെ വെച്ചുവിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിലത്തെ പണികൾ നല്ല യുദ്ധമായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയും കഴിഞ്ഞിട്ടാണ് ഞാനിതാ കൂട്ടാൻ വയ്ക്കാൻ നോക്കുന്നത് കേട്ടോ. കൂട്ടാൻ വയ്ക്കുന്നത് ഇന്ന് കുമ്പളങ്ങയും പിന്നെ മുരിങ്ങക്കായാണ്. അപ്പോൾ അത് ഉമ്മർത്ത് വന്നിരുന്നിട്ട് എന്തിനാ അരിയണമെന്ന് വെച്ചെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ താത്താട് വർത്താനം പറയാൻ വേണ്ടിയിട്ട് കോലായത്ത് വന്നിരുന്നിട്ടാണ് കേട്ടോ അത് അരിയണത്. ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ഈ കൂട്ടാൻ വയ്ക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, മോളിലത്തെ വീട്ടിലെ താത്ത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോലായത്ത് ഇങ്ങനെ വന്ന് തിണ്ടുമ്പോൾ ഇരുന്നിട്ട് കുറച്ച് നേരം വർത്താനം പറയുകയും ചെയ്യുക, കഷ്ണങ്ങളൊക്കെ നുറുക്കലും കഴിയും. അങ്ങനെയായിട്ട് കുറച്ച് നേരം അവിടെ വന്നിരുന്നാട്ടാ. പിന്നെ ഉപ്പേരിക്ക് ഇന്ന് വെണ്ടക്കായാണ്. രാവിലെ കുഞ്ഞുവിന് മാത്രമേ ഉരുളൻകിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഒരെണ്ണം ഒരു ചെറുത്തും കൂടി എടുത്തിട്ടാണ് അവന് ഉപ്പേരി വെച്ച് കൊടുത്തത്. പിന്നെ നമുക്ക് ഇന്ന് വെണ്ടക്കായ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെണ്ടക്കായൊക്കെ ഇരുന്നിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ വെണ്ടക്കായ ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചോറൊക്കെ ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറ് മൂടി വെച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ്റെ അരിയുടെ ചോറാണ്. പെട്ടെന്ന് തന്നെ മൂടി വെച്ചതിലേക്ക് ഈർപ്പ് ഇറങ്ങിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെണ്ടക്കായൊക്കെ അരിയിൽ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൂട്ടാൻ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, കൂട്ടാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കാണിച്ചില്ല കേട്ടോ. കൂട്ടാൻ വെക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല, കുമ്പളങ്ങയും കുമ്പളങ്ങയും മുരിങ്ങക്കായും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ കൂട്ടാൻ വെക്കുന്നതൊന്നും കാണിക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്താ ഇനി കൂട്ടാൻ തൂമിക്കുക വേണ്ടോ നമുക്ക് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വയ്യാത്ത കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്, വയ്യാതിരിക്കുകയാണ് കേട്ടോ, പാവാണ്. അപ്പോൾ നാളെ നല്ലൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.